വേഗതയും പന്തടക്കവും അസാമാന്യ ട്രിബിളിംഗും കൊണ്ട് ഏതൊരു പ്രതിരോധ നിരക്കാരന്റെയും പേടി സ്വപ്നമായിരുന്ന കെ അന്താജ് മൊഗ്രാൽ ഓൺലൈൻ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇന്ന് മൊഗ്രാൽ ഫുട്ബോൾ ഒരു പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു. ശരിക്കും മൊഗ്രാൽ ഫുട്ബോൾ ടീം ഒരു പ്രതിസന്ധിയിലൂടെയാണോ കടന്നുപോകുന്നത്? ആണ് എന്നും അല്ല എന്നും പറയാം. കാരണം ഇന്നത്തെ യുവതലമുറ ഫുട്ബോളിനെ ഒരു ഫുട്ബോളായി മാത്രമാണ് കാണുന്നുള്ളത്. മുമ്പുണ്ടായിരുന്ന കളിക്കാർ അതൊരു ആവേശമായി കൊണ്ടു നടന്നിരുന്നു. അത് മാത്രമല്ല, മൊഗ്രാൽ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ എന്ന് പറയുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കളിക്കാർ മാത്രമേ ഉള്ളൂ, കാണികളായി വളരെ കുറച്ചു പേരേ ഉള്ളൂ. മുമ്പ് നമ്മുടെ നാട്ടിൽ ടൂർണമെന്റ് വെക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തുപോയി നമ്മൾ ടൂർണമെന്റ് കളിക്കുമ്പോഴോ നാട്ടിലെ മുഴുവൻ ആൾക്കാരും നമുക്ക് സപ്പോർട്ടുമായി വന്നിരുന്നു. ഇന്ന് നമുക്ക് പുറത്തൊരു ടൂർണമെന്റ് ഉണ്ടോ, ഒരു കളി ഉണ്ടോ എന്ന് അറിയുന്നത് തന്നെ കളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ജനങ്ങളുമായി, അതായത് നാട്ടുകാരുമായി ഫുട്ബോൾ ക്ലബ്ബ് അതുപോലെ കളിക്കാർ ഒരു കണക്ഷൻ ഇല്ല എന്നുള്ളതാണ്. എന്റെ അഭിപ്രായത്തിൽ ഇതാണ് ഇന്നത്തെ ഒരു പ്രതിസന്ധിക്ക് കാരണം. മൊഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് ഇപ്പോൾ പഴയ പ്രതാപം പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു. വർഷങ്ങളായി മൊഗ്രാൽ ഗ്രൗണ്ടിൽ ഒരു ടൂർണമെന്റ് നടന്നിട്ട് തന്നെ ഇതൊരു നേതൃത്വ പരാജയമായിട്ട് കാണാൻ പറ്റും. ആരിഫ്, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു നേതൃത്വ പരാജയം എന്ന് പറയാൻ പറ്റൂല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞത് മാതിരി ജനങ്ങളുമായിട്ടുള്ള ഒരു അട്രാക്ഷൻ, അതായത് ഒരു മിംഗ്ലിംഗ് കുറഞ്ഞതുകൊണ്ടുള്ള ഒരു കുഴപ്പമാണിത്. ജനങ്ങളുമായി സഹകരിച്ച്, നാട്ടുകാരുമായി സഹകരിച്ച് പോവുകയാണെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാൻ സാധിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. കാസർഗോഡിന്റെ ഫുട്ബോൾ ചരിത്രത്തെ ധന്യമാക്കിയ ഒരുപാട് ഫുട്ബോൾ പ്രതിഭകൾക്ക് ജന്മം നൽകിയ മണ്ണാണ് മൊഗ്രാലിന്റെ മണ്ണ്. പക്ഷേ ഒരു പ്രൊഫസർ PCM കുഞ്ഞിക്ക് ശേഷം അങ്ങനെ ഒരു സംസ്ഥാന തലത്തിൽ അറിയപ്പെട്ട ഒരു താരം മൊഗ്രാലിൽ വളർന്നു വന്നില്ല. സംസ്ഥാന തലത്തിൽ അറിയപ്പെടാൻ ഖാലിദിനും കഴിഞ്ഞില്ല. എന്താണ് നിങ്ങളുടെ വീക്ഷണത്തിൽ ഇതിനുള്ള കാരണം? എനിക്ക് തോന്നുന്നത് പ്രൊഫസർ PCM കുഞ്ഞി ആദ്യം കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി കളിച്ച ഒരു പ്ലെയറാണ്. അതിനുശേഷം ഒരു പ്ലെയറും ഇതുവരെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. കാരണം വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഫുട്ബോളിനോടുള്ള താല്പര്യക്കുറവാണ്. ഫുട്ബോൾ കളിക്കുന്നവർക്ക് വിദ്യാഭ്യാസം തുടർന്നു കൊണ്ടുപോകാൻ പറ്റാത്തുള്ള ഒരവസ്ഥ. ഇത് രണ്ടും കൂടിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഫുട്ബോൾ കൊണ്ട് ജീവിതം കെട്ടിപ്പിടിച്ച ഒരാളാണ് KC സലീം. ആ ഫുട്ബോൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ജോലി സമ്പാദിക്കാൻ പറ്റിയതും മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും. ആ ഒരാളെ കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബാക്കി ആരും നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളനുസരിച്ച് പഠനം നിർത്തുകയോ കളിക്കാർ തന്നെ വിദ്യാഭ്യാസ കുറവ് കാരണം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതായിരിക്കോ ചെയ്തുകൊണ്ടാണ് സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ കാരണം. മൊഗ്രാൽ ദർശിച്ച എക്കാലത്തെയും മികച്ച ഒരു എവർഗ്രീൻ ടീം പ്രഖ്യാപിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ടീം അംഗങ്ങൾ? പക്ഷേ 10 പേരെ പ്രഖ്യാപിച്ചാൽ മതി. കാരണം വിനയം കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ ഒഴിവാക്കിയേക്കും. സെന്റർ ഫോർവേഡ് സ്ഥാനത്ത് നിങ്ങളുടെ പേര് തീർച്ചയായും കടന്നു വരണം എന്നാണ് മൊഗ്രാൽ ഓൺലൈനിലെ അംഗങ്ങൾ മാത്രമല്ല മൊഗ്രാലിലെ ഫുട്ബോൾ പ്രേമികൾ തീർച്ചയായും അതാകും. മൊഗ്രാൽ സ്പോർട്സ് ക്ലബിലൂടെ കളിച്ച് പേരും പ്രശസ്തിയും ആർജിച്ച ഒരുപാട് കളിക്കാർ നമുക്കുണ്ട്. ഇതിൽ നിന്നും ഒരു ടീമിനെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും എന്റെ മനസ്സിൽ തോന്നുന്ന ആൾക്കാരെ ഞാൻ പറയാം. PCM കുഞ്ഞി, പ്രൊഫസർ PCM മുഹമ്മദ് കുഞ്ഞി, KMA ഖാദർ, മുബാറക്, KC സലീം,
PC ആഷിഫ്, പിന്നെ ആരിഫ്, താങ്കളുടെ ജ്യേഷ്ഠൻ CD കുഞ്ഞി ഉമ്പു, പോക്കിച്ചാൻ അബ്ബാസ്, HA ഖാലിദ്, മഖ്ദൂം, ഹമീദ് ഗോളി. മൊഗ്രാൽ ഫുട്ബോൾ ടീം കരസ്ഥമാക്കിയ ഇതുവരെയുള്ള ട്രോഫികളിലും ഫീൽഡുകളിലും പുരസ്കാരങ്ങളിലുമൊക്കെ ഏറ്റവും മികച്ചു നിൽക്കുന്നത് തീർച്ചയായും ഉത്തരദേശം ട്രോഫി തന്നെയാണ്. അന്ന് ഉത്തരദേശം ടൂർണമെന്റിൽ മൊഗ്രാലിനെ നയിച്ചിരുന്നത് മിസ്റ്റർ അന്താച്ച താങ്കളാണ്. ഒരു ഫ്ലാഷ് ബാക്ക് നടത്താം. നന്ദി ആരിഫ് ഈ ചോദ്യം ചോദിച്ചതിന്. എന്റെ ഫുട്ബോൾ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത, എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ടൂർണമെന്റ് ആയിരുന്നു ഉത്തരദേശം ട്രോഫി. ഉത്തരദേശം പത്രത്തിന്റെ പ്രഥമ ടൂർണമെന്റ് ആയിരുന്നു അത്. ആ ടൂർണമെന്റിൽ നമ്മുടെ ടീം എന്ന് വെച്ചാൽ മൊഗ്രാലിന്റെ സ്വന്തം ടീം, പുറത്തുനിന്ന് ഒരാളെ പോലും ഇറക്കുമതി ചെയ്യാതെ നമ്മുടെ നാട്ടുകാരായ മുഴുവൻ ആൾക്കാരും സപ്പോർട്ടോടുകൂടി നാട്ടിലെ തന്നെ ഞങ്ങൾ കുറച്ചുപേർ കളിച്ച് നേടിയ ഒരു കപ്പാണ് ഉത്തരദേശം ട്രോഫി. ആ ടൂർണമെന്റിൽ നമ്മുടെ ഫൈനലിൽ നമുക്കെതിരായിരുന്നത് ബാച്ചിലേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് മൊഗ്രാൽ പുത്തൂറായിരുന്നു. അവര് ബാംഗ്ലൂരിലുള്ള അവരുടെ തന്നെ കളിക്കാരെ ഫുള്ള് ഇറക്കുമതി ചെയ്ത് നമുക്കെതിരെ കളിച്ച ഒരു ഫൈനലാണത്. ആ ഫൈനലിൽ നമുക്ക് വിജയം നേടാൻ സാധിച്ചു, അങ്ങനെ കപ്പ് നേടുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ടൂർണമെന്റ് വളരെ കളർഫുള്ളും മെമ്മറബിളും ആണ്. കാരണം ഏറ്റവും നല്ല ഫുട്ബോൾ പ്ലെയറായി KC സലീമിനെയും ബെസ്റ്റ് ഗോൾ കീപ്പറായി ഹമീദിനെയും തെരഞ്ഞെടുത്തു. അതിൽ ടോപ്പ് സ്കോറർ ഞാനായിരുന്നു. ഈ ടീമിനെ നയിക്കാൻ സാധിച്ചത് എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. മൊഗ്രാൽ ഫുട്ബോളിന്റെ ദ്രോണാചാര്യൻ കുത്തിരിപ്പ് മമ്മസ്റ്റൻ, അദ്ദേഹത്തിന് പകരം വെക്കാൻ മൊഗ്രാലിൽ ആരും തന്നെ പകരം വെക്കാനില്ലാത്ത ഒരു പ്രതിഭാസമായ കുത്തിരിപ്പ് മമ്മസ്റ്റയോടൊപ്പം അന്ന് നിങ്ങൾ കളിക്കളത്തിലുണ്ടായിരുന്ന കാലത്തെ ഓർമ്മകൾ ഒന്ന് അയവിറക്കും. കുത്തിരിപ്പ് മമ്മസ്റ്റാനെ പറ്റി പറയുകയാണെങ്കിൽ ഫുട്ബോളിന്റെ ജീവനാടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി കൂടുതൽ നമ്മളോട് ഈ മൊഗ്രാൽ ഓൺലൈനിലെ ശ്രോതാക്കളോട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രക്കും ഓപ്പണാണ്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മൊഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് ഇത്രത്തോളം ഡെവലപ്പ് ആകുമായിരുന്നോ, ഇത്രത്തോളം കളിക്കാരുണ്ടാകുമായിരുന്നോ എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ കളിക്കാരനും പ്രചോദനം നൽകുകയും അവർക്ക് ആവശ്യമുള്ള ഷൂ, ഷോർട്സ്, യൂണിഫോം മുതൽ എല്ലാം സംഘടിപ്പിച്ചു കൊടുക്കുകയും ടൈമിന് തന്നെ അവരെ അതിന് പ്രേരിപ്പിക്കുകയും കളിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു, എന്താ പറ്റി പറയുകയെന്ന് വെച്ചാൽ നീ പറഞ്ഞ മാതിരി തന്നെ ഒരു ദ്രോണാചാര്യം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി കൂടുതൽ എന്താണ് പറയേണ്ടത്? മൂന്ന് തലമുറയിൽപ്പെട്ട ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവർക്ക് ഫുട്ബോൾ കളിക്കാനുള്ള പ്രചോദനം ചെയ്ത് കൊടുക്കുന്ന ഒരു മാന്യദേഹമാണ് മിസ്റ്റർ കുത്തിരിപ്പ് മുഹമ്മദ് എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. മൊഗ്രാൽ ഫുട്ബോളിന്റെ രണ്ട് പ്രതിഭാധനന്മാരായ രണ്ട് ഡിഫൻഡർമാരാണ് അബ്ബാസ് പൂക്കുവും HA ഖാലിദും. ഇവരുടെ കളികളെ നിങ്ങൾ എങ്ങനെ വേർതിരിച്ചു? പോക്കിച്ചാന്റെ അബ്ബാസ് ചാവും HA ഖാലിദിനെ പറ്റി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ രണ്ടും നമ്മുടെ ടീമിന്റെ ഒരു വൻ മതിൽ തന്നെയാണ്. അബ്ബാസിനെ പറ്റി പറയുകയാണെങ്കിൽ മൊഗ്രാലിൽ മാത്രമല്ല അദ്ദേഹം സൗദി അറേബ്യയിൽ AFS വേണ്ടി കളിച്ച ഒരു പ്ലെയറാണ്. ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ വളരെ ബഹുമാനവും അതുപോലെ തന്നെ കളിക്കുമ്പോൾ വളരെ പേടിയുമായിരുന്നു. കാരണം അദ്ദേഹത്തെ ഡ്രിബിൾ ചെയ്ത് പോകാൻ ഒരു കളിക്കാരനെ അയാൾ ഒരിക്കലും വിട്ടിരുന്നില്ല. അതുപോലെ അയാൾ ഒരു ഡിഫൻഡ് പ്ലെയറാണ്. പക്ഷെ ഖാലിദ് എന്ന് വെച്ചാൽ ഇന്നത്തെ യുവതലമുറയിലെ ഏറ്റവും നല്ല കളിക്കാരനും നമ്മുടെ ടീമിന്റെ ഏറ്റവും നല്ല കളിക്കാരനും കൂടിയാണ്.
അദ്ദേഹം ഡിഫൻഡിങ് മാത്രമല്ല ഒഫൻഡിങ് കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ്. അദ്ദേഹത്തിന് കൂടുതൽ കോച്ചിങ്ങും അതുപോലെ മറ്റു ടീം കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള ടീമുകളുമായി കളിച്ചുകൊണ്ടുള്ള പരിചയം കാരണം അദ്ദേഹത്തിന് കൂടുതൽ പ്രസിദ്ധിയാകാൻ സാധിച്ചു. പക്ഷെ അബ്ബാസ് ചാക്ക് ആ ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല. രണ്ടും നോക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ രണ്ടാളും ഒരേ തുല്യരാണ്. ഏതൊരു കളിക്കാരനും ഒരു റോൾ മോഡൽ ഉണ്ടാകും. ആരായിരുന്നു നിങ്ങളുടെ റോൾ മോഡൽ? ഞാൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് വേൾഡ് ക്ലാസിക്കലും ഫുട്ബോളിനെ പറ്റിയൊന്നും എനിക്കറിയില്ലായിരുന്നു. അതിന് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് വേൾഡ് ഫുട്ബോൾ ടീമിനെ പറ്റിയും വേൾഡിലുള്ള ഓരോ കളിക്കാരെ പറ്റിയും മനസ്സിലാക്കാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ കളി തുടങ്ങുന്ന സമയത്ത് എനിക്ക് റോൾ മോഡൽ എന്ന് പറയാൻ ഉണ്ടായിരുന്നത് KM ഖാദറായിരുന്നു. അതായത് എന്റെ ജ്യേഷ്ഠൻ തന്നെ ആയിട്ട് വരും. എന്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ കളിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചതും അത് ആ കാരണം കൊണ്ട് തന്നെയാണ് എനിക്ക് ഫുട്ബോളിൽ കളിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു. ആരുടെ ക്യാപ്റ്റൻസിയിൽ കളിക്കാനായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായി? ആരുടെ ക്യാപ്റ്റൻസിയിൽ കളിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ ആകെ കളിച്ചിട്ടുള്ളത് രണ്ടാളെ ക്യാപ്റ്റൻസിയിലാണ്. മൂന്നാമത്തത് ഞാൻ തന്നെയായിരുന്നു ക്യാപ്റ്റൻ. ഒന്ന് MM പർവാഡ്, അതായത് മുമ്പാഴ്ച, രണ്ട് മുബാറക് അഹമ്മദ്. രണ്ടുപേരുടെ കീഴിലും കളിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. കൂടുതൽ ഇഷ്ടം എന്റെ കീഴിൽ തന്നെ കളിക്കാനായിരുന്നു എനിക്ക്. ഒരുപാട് മികച്ച ടീമുകളുമായിട്ട് നിങ്ങൾ കളിക്കളത്തിൽ ഏറ്റുമുട്ടുകയുണ്ടായി. താങ്കൾ കളിച്ച ടീമുകളിൽ ഏറ്റവും ശക്തരായിരുന്നു എന്ന് തോന്നിയിരുന്നത് ഏത് ടീമാണ്? ഒരുപാട് നല്ല ടീമുകളുമായി നമ്മൾ ഫുട്ബോൾ മാച്ച് കളിച്ചിട്ടുണ്ട്. അതിൽ മാംഗ്ലൂർ സ്പോർട്ടിംഗ് ടീം, ഉപ്പള സിറ്റിസൺ, നാഷണൽ സ്പോർട്സ് ക്ലബ്ബ് കാസർഗോഡ്, തെരുവത്ത് സ്പോർട്സ് ക്ലബ്ബ്, RMS, ബാച്ചിലർ സ്പോർട്സ് ക്ലബ്ബ് പുത്തൂർ, പിന്നെ ഉപ്പളത്തിന് വേണ്ടി കളിച്ച ഒരു ടീം ഉണ്ടായിരുന്നു. പുള്ളി കണ്ണൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ടീമായിരുന്നത്. നമ്മുടെ നാട്ടിൽ വെച്ച ഒരു ടൂർണമെന്റിൽ നമുക്ക് അവരോട് കളിക്കേണ്ടി വന്നിട്ടുണ്ട്. അതില് സന്തോഷ് ട്രോഫിയിൽ കളിച്ച പ്ലെയർ വരെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല നല്ല ടീമുമായിട്ട് നമുക്ക് കളിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും നല്ല ശക്തമായ ടീം എന്ന് പറഞ്ഞത് തൃക്കരിപ്പൂർ ആർമി തന്നെയാണ്. മൊഗ്രാൽ ഓൺലൈനിനെ കുറിച്ച് സത്യസന്ധമായി ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയാൽ എങ്ങനെയുണ്ടാകും? അതുപോലെ അനീസ് റഹ്മാൻ കൊണ്ടുവന്ന ഈ സംരംഭം അത് എത്രത്തോളം വിജയിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഹൈടെക് യുഗത്തിലാണ്. ഈ ഹൈടെക് യുഗത്തിൽ ഒരു മൊഗ്രാൽ ഓൺലൈൻ തുടങ്ങാൻ സാധിച്ചത് തന്നെ വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എവിടെ ഇരുന്നാലും ഒരേ പോയിന്റിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഈ ഓൺലൈൻ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെച്ചം. മൊഗ്രാൽ ഓൺലൈനിൽ ഒരുപാട് ഇനിയും മെമ്പേഴ്സ് കൂടണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം അത് മാത്രമല്ല, ഇതില് വെറും തമാശയും അതിലാണ് ജോക്സ്, പിന്നെ ഇങ്ങനത്തെ തമാശ മാത്രമല്ല, വേറെ ചാരിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും തുടങ്ങണം തന്നെ എന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് യത്തീം കുട്ടികളും കല്യാണപ്രായം എത്തിയ പെൺകുട്ടികളും അതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ, വീടില്ലാത്തവർ, അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ഈ കൂട്ടായ്മ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു ചർച്ചയിലൂടെ നമ്മൾ തീരുമാനിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അനീസ് റഹ്മാൻ ഈ കാര്യം തുടങ്ങിയതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന MG റഹ്മാൻ, അതുപോലെ ആരിഫ് താങ്കൾ, എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. ഇനിയും ഇത് വളരെ ശക്തമായി മുന്നോട്ട് വിജയപ്രദത്തോടു കൂടി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. അനീസ് റഹ്മാൻ ഈ സംരംഭം വളരെ വിജയത്തിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അഭിപ്രായം.